അപ്പോൾ തലേ ദിവസം ലക്ഷദ്വീപിലെ കല്യാണം കൂടിയതിന് ശേഷം പിറ്റേന്ന് നമ്മൾ പോകുന്നത് ലക്ഷദ്വീപിലെ ഒരു കാടുള്ള പ്രദേശത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കാണിച്ച വീഡിയോയിൽ കടലും തെങ്ങും തോപ്പൊക്കെയാണ്. അപ്പോൾ ഇത് നല്ല കാടാണ് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളൊന്നുമില്ല, നല്ല കുറ്റിപ്പുല്ലുകളൊക്കെ ഉള്ള നല്ല കാടാണ്. ഈ പുല്ലുകൾ നല്ല സോഫ്റ്റായിട്ട് തോന്നുമെങ്കിലും നല്ല മൂർച്ചയുള്ള പുല്ലുകളാണ് കേട്ടോ. ഇതിൽ കയറി ചവിട്ടിട്ടുണ്ടെങ്കിൽ കാല് മുറിയും. കടലിൻ്റെ അടിയിലെ പുല്ലുകളാണ്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നല്ല കണ്ടൽക്കാടും ഇടയ്ക്കൊക്കെ തെങ്ങുണ്ട്, എന്നാലും നിറച്ച് പുല്ലും ചെറിയ ചെറിയ കാടുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാം. എത്രയും ദിവസം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാഴ്ചകളാണ് കേട്ടോ. ഈ പുല്ലിലൊക്കെ കയറി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് മുറിയും. അപ്പോൾ ഞങ്ങൾ സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ വിജനമായൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ട് നല്ല പാൽപ്പൊടി പോലത്തെ മണലും പിന്നെ നല്ല ബ്ലൂ കളറ് കടലും നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ അവിടെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് വെയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് ഒരുപാട് നടന്ന് വന്നിട്ടാണ് കേട്ടോ വിജനമായ പ്രദേശത്തേക്ക് നമ്മൾ എത്തിയത്. അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഭാഗത്താണ് കേട്ടോ സൂര്യൻ അസ്തമിക്കുന്നത്. ഇതെല്ലാം അവിടെ കാണുന്ന ചെറിയ ചെറിയൊരു പുല്ലുകളാണ്. അപ്പം നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും ഉണ്ടായിട്ടോ. അതും അവരുടെ 2 ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായി. അങ്ങനെ എല്ലാവരും സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ സ്പോൺസർ, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഓണർ, പിന്നെ നമ്മുടെ ഗൈഡ്, അപ്പോൾ ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലിയും ഉണ്ട്. നല്ല രസമാണ് എല്ലാവരും കൂടി അവിടെ നിന്ന് വർത്താനമൊക്കെ പറയാനും പിള്ളേർക്ക് അവിടെ നിന്ന് കളിക്കാനൊക്കെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പോൺസറിൻ്റെ മോളും ഉണ്ട് കൂടെ. അതും നല്ല നമ്മുടെ ഒരു വനിതാ ഗൈഡ് പോലെ നമുക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ ആണുങ്ങളെല്ലാവരും നല്ല വിശേഷങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി, നല്ല സൺസെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സൂര്യനെ ഒക്കെ വച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു വൈബാണ് ഇവിടെ. അപ്പോൾ ആര് കൊണ്ടുവന്നാലും എല്ലാം കൊണ്ടുവന്ന് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെയാണ് കേട്ടോ കൊണ്ടുവന്നത് സൂര്യൻ അസ്തമിക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ ചെല്ലണ കടപ്പുറത്തേക്ക് അതേപോലത്തെ ഒരു ജീവിനെ കാണാം. അപ്പോൾ ഇവിടെ നല്ല തിരയുള്ള കടലാണ് കേട്ടോ. തിര ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കൽ കുറവാണ്. തിര കുറഞ്ഞ സ്ഥലത്തേക്കാണ് ആൾക്കാർ താമസിക്കുന്നത്. ഇവിടെ തിരയിലേക്ക് നമ്മുടെ അടുത്ത പോലെ നല്ല തിര അടിക്കുന്നുണ്ട് കേട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. ഒരു ചെറിയ ബോട്ട് അതിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും ഓരോരുത്തർ മാറി മാറി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. സൂര്യനെ കൈക്കുമ്പിളിലാക്കി അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും രാത്രിയായപ്പോൾ മക്കായി ബീച്ചിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ രാവിലത്തെ ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. രാത്രി ഇവിടെ യാതൊരു ലൈറ്റൊന്നുമില്ല കേട്ടോ. ബീച്ച് സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ. ആകെ ഇരുട്ടാണ്. പിന്നെ ഒറ്റ കടകളൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ ബീച്ചിലത്തെ കൂട്ട് പച്ചവെള്ളം കിട്ടില്ല കേട്ടോ. എന്ത് സാധനം കുടിക്കാനൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പാരഡൈസ് ബീച്ചിൽ വന്നു. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ലൈറ്റൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ലൈറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ കുറച്ച് വിശ്രമിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ അവിടെ ഈ പാരഡൈസ് എന്ന് പറഞ്ഞവരുടെ ഉണ്ടാക്കിയേക്കുന്ന ബീച്ചാണിത്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ടൂറിസ്റ്റുകൾക്കാണ് കേട്ടോ ഇവിടെ കൂടുതൽ സമയം ചിലവഴിക്കണം. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഇരിക്കണില്ല. അവർ വേറെ സ്ഥലത്തോട്ട് നീങ്ങിയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ
ഈ പാരഡൈസ് കൊണ്ടുവന്ന ടൂറിസ്റ്റുകളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേ ഉണ്ടോ അതിന് വേണ്ടിയിട്ട് അവിടെ ഡെക്കറേഷനൊക്കെ നടത്തുന്നുണ്ട്. അത്രയും ഭാഗമൊക്കെയുള്ളൂ കേട്ടോ വെട്ടം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മോള് പറഞ്ഞത്, അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, മുച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു കേക്ക് വാങ്ങിക്കാമെന്ന് കൊടുത്തു. അങ്ങനെ ബീച്ചിൽ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കൊടുത്ത്. ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒരു സന്ദർഭം കിട്ടണതിലൊക്കെയാണല്ലോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കിട്ടും ഓടിപ്പോയി ബേക്കറിയിൽ നിന്ന് കേക്കൊന്നും മേടിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല, കിട്ടിയില്ല. നമ്മളത് ഉണ്ടാക്കുന്നിടത്തിൽ പറഞ്ഞ് അവരുണ്ടാക്കി ഒക്കെ കഴിഞ്ഞാലാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മളോർത്ത് നമ്മുടെ ഇവിടുത്തെ കുട്ടി ഇപ്പം തന്നെ പോയി ബേക്കറിയിൽ നിന്ന് പേരെഴുതി വാങ്ങിച്ചുകൊണ്ടിരാന്ന് ഓർത്ത്. പക്ഷേ അത് ഉണ്ടാക്കി കൊണ്ടുവരേണ്ട അവസ്ഥയിലുണ്ടായത്. അങ്ങനെ ഞങ്ങൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി ബീച്ചിൽ ബർത്ത്ഡേ ഒക്കെ കേക്ക് കട്ട് ചെയ്യണമെന്ന് ബർത്ത്ഡേക്കൊക്കെ. അങ്ങനെ ഒരുപാട് നേരം ഇരുന്നിരുന്ന് ബോറടിച്ചു. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഫാമിലിയുടെ ചെറിയ പിള്ളേരാണ്, അവരൊക്കെ കരച്ചിലൊക്കെ തുടങ്ങി. അങ്ങനെ ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും താമസിക്കുന്ന റൂമിലെത്തി. അവിടെ ഇരുന്ന് അങ്ങനെ കുറേ സമയം ചിലവഴിച്ചപ്പോഴത്തേക്കൊക്കെ ഉണ്ട് കേക്കൊക്കെ റെഡിയായി കിട്ടിയത്. എന്തായാലും വേണ്ടില്ല, ലക്ഷദ്വീപിൽ നമുക്കൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ബർത്ത്ഡേക്ക് സെലിബ്രേഷൻ ചെയ്ത് പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ ഉണ്ട് കഴിഞ്ഞു.